ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക്വithdude. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീറ്ററാണ്. ബീറ്റർ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കേക്കിൻ്റെ പൗഡറൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ബീറ്ററ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനൽ അറിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിൽ. അത് നമുക്ക് ഇതിന് വേണ്ട സാധനമൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ ക്യാപ്പും ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെയോ ഒരു DC മോട്ടറ്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു DC ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്, അതായത് ഓൺ ഓഫ് സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു DC സോക്കറ്റ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കറണ്ടിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ബാറ്ററി ഉള്ള പോലെ തന്നെ 2 വയറാണ് ഉണ്ടാവുക, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവും. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഗിയർ, ഏതെങ്കിലും ഒരു ഗിയർ എടുക്കുക. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഫാൻ്റെ ടോപ്പിലുണ്ടാകുന്ന ആ ഒരു നമ്മൾ പ്രസ് ചെയ്യുന്ന ആ ഒരു സംഭവം. ഇതിന് പകരം നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പും യൂസ് ചെയ്യാം. അത് നമുക്ക് ഇതേപോലത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോട്ടിലും സ്വിച്ച് കൊടുക്കാം. സ്വിച്ച് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കിത് ഒരു നൈഫ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നൈഫ് ചൂടാക്കി ആകുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ സ്വിച്ച് ഇത് കറക്റ്റാണോ എന്നുള്ളത് നോക്കേണ്ടിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ സ്വിച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിത് കറക്റ്റാണ്. അഥവാ നിങ്ങൾ ഉണ്ടാക്കിയത് ലൂസാണെങ്കിൽ കുറച്ച് ഗമ്മോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റായി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അഴിച്ച് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത ആ DC സോക്കറ്റ് നമുക്ക് ഈ ഒരു ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് കയറ്റിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. DC സോക്കറ്റ് ആണെങ്കിൽ ഹോൾ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹോൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചൊന്ന് വണ്ണത്തിലായിപ്പോയി, ആ കുഴപ്പമില്ല, നമുക്ക് ഗ്ലൂ ഒക്കെ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മളെ മോട്ടർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് നമ്മൾ മോട്ടർ വെക്കാൻ ഉദ്ദേശിച്ചതല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ടതുകൊണ്ട് നമുക്കിത് കുറച്ച് ചൂടാക്കിയിട്ട് ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു മെഴുകുതിരിൻ്റെ ചൂടിൽ നമുക്ക് ആ ഒരു വായു വട്ടം നമുക്ക് ഇതേപോലെ കറക്കി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഗിയർ നമുക്ക് ഇതേപോലത്തെ ഫ്ലാറ്റായി സർഫസ് മേലെ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ മോട്ടറിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് നല്ല ഉള്ളിലേക്ക് കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ എടുത്ത് വെച്ച ആ സ്പ്രേൻ്റെ മേലെ വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് വേണ്ടിയെങ്കിൽ അറാഡേറ്റോ അല്ലെങ്കിൽ ഫ്ലസ്കോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിക്കും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MCയിലും യൂസ് ചെയ്യാം. നമുക്കിത് കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു അലൂമിനിയം കമ്പിയാണ്, അലൂമിനിയം റോഡാണ്. ഏകദേശം ഒരു ഇത്ര വണ്ണത്തിൽ മതിയാവും. ഒരു തിക്നെസ് ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിസ്കിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു വിസ്ക് ഉണ്ടാക്കാനാവുമെന്ന് നോക്കാം. അപ്പോൾ ഇത് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് 2 എണ്ണം നമുക്ക് ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ ഏകദേശം ഒരു വിസ്കിൻ്റെ ഷേപ്പാക്കി കിട്ടും. നമ്മളിത് ഏകദേശം ഒരു വിസ്കിൻ്റെ ഷേപ്പാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു അറ്റഭാഗം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിലെടുക്കാം. പിന്നെ നമുക്ക് ആ വിസ്കും എടുക്കാം. ആ ഒരു നമ്മൾ മോട്ടറിൽ ഈ ഒരു പോർഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ MCയിലോ ഏതെങ്കിലും ഒരു ടൈറ്റായിട്ട് ഒട്ടുന്ന പശ വെച്ചിട്ട് ഇതേപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചാൽ പോരാ, നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ നമുക്ക് ആദ്യം ഇവിടെ ഇതേപോലത്തെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അത് ഈ ഒരു പോർഷൻ നമുക്ക് നമ്മുടെ ബീറ്ററിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് കറണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യാം. ഈ ഒരു പോർഷനിൽ നമ്മൾ ബാറ്ററി വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമുക്ക് കറണ്ട് കുത്തിയിട്ട് നമുക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണെന്നെല്ലാം നോക്കാം. അപ്പോൾ നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്, നല്ല സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് പോരെങ്കിൽ ഈ ഭാഗത്ത് ഈ ഒരു 5 വോൾട്ട് എടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 12 വോൾട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് ആക്കാം. പിന്നെ ഈ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഒരു ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ആകുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ച് ചെറുതായി കൊടുത്താൽ ആ വൈബ്രേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതേപോലെ ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് അവനക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയതാണ്.
അപ്പോൾ ഈ മീറ്റർ ഇങ്ങനെ അടിപൊളിയല്ലേ, എല്ലാവരും ഒന്ന് വീണ്ടും ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, മീറ്ററിൻ്റെ മോട്ടറിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ വരുന്ന സ്പീഡ് കൂടുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 5 വോൾട്ടാണ്. അതായത് നമ്മൾ ഒരു 12 വോൾട്ടിൽ കൺവേർട്ട് ചെയ്തെടുത്താൽ സ്പീഡ് 5 ഇരട്ടി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകളുമായി ഇനി അടുത്ത ആഴ്ച കാണാം. അത് ബൈ.